തമിഴ്നാട് കൃഷ്ണഗിരിയിൽ മലയാളി ലോറി ഡ്രൈവർ കുത്തേറ്റു മരിച്ചു. നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി മുളവരിക്കൽ വീട്ടിൽ ഏലിയാസ് ആണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ പുലർച്ചെ കണ്ടെയ്നർ ലോറിയിൽ ഇലക്ട്രോണിക് സാധനങ്ങളുമായി പോകുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘം കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. നെടുമ്പാശ്ശേരി മേക്കാട് കാരക്കാട്ടുകുന്ന് സ്വദേശി ഏലിയാസിനെയാണ് ഇന്നലെ കൃഷ്ണഗിരിയിൽ വെച്ച് തമിഴ്നാട് കൃഷ്ണഗിരിയിൽ വെച്ച് ബൈക്കിലെത്തിയ ഒരാൾ കുത്തിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ പുലർച്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം. അതിനുശേഷം പിന്നീട് അക്രമി കടന്നുകളയുകയായിരുന്നു. എന്തായാലും പോലീസ് അക്രമിക്ക് പിന്നാലെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ റോബറി സംഘങ്ങളാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു സംഭവം നടത്തിയത് എന്നാണ് പോലീസിന്റെയും മറ്റുമൊക്കെ പ്രാഥമിക നിഗമനം. ഇപ്പോൾ നമ്മോടൊപ്പം ഏലിയാസിന്റെ കുടുംബം ചേരുന്നു. എപ്പോഴായിരുന്നു ചേട്ടൻ പോയത്? ചേട്ടൻ പോയിട്ട് ഒരു മാസത്തിന് മേലെയായി. ചേട്ടൻ അവിടെ രാമക്കൽ എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ട്രാൻസ്പോർട്ട് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് ലോഡ് ട്രാൻസ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ലോഡ് ഇപ്പോൾ നിലവിൽ കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഈ ഇലക്ട്രോണിക്സിന്റെ ഐറ്റംസ് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത്. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ആളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ചാവടിക്ക് ഇറങ്ങുന്നു. പെട്ടെന്നൊരു സംഘം വരുന്നു. പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ ഒരു കുത്ത് വരുന്നു. അതാണ് TV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും സുഹൃത്തുക്കളെ കൂടി ചേരുന്നു. ഈ ഒരു സംഭവം അവിടെയൊക്കെ ഇങ്ങനെ റോബറി സംഘങ്ങളൊക്കെ സജീവമായിട്ടുള്ള പ്രദേശമാണെന്ന് തോന്നുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ലോറിക്കാരും മറ്റുള്ളവരൊക്കെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ ഭാഗത്ത് ഇങ്ങനെ വാഹനങ്ങൾ തിരിച്ചു വരും, അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവാം, അതുപോലെ തന്നെ മെറ്റീരിയലുകൾ ഉണ്ടാവും. ഇത് അടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വന്നേക്കണത്. പിന്നെ പുലർച്ചെ 2 മണിക്കായതുകൊണ്ട് വേറെ ആളുകളുടെ അത്ര ശല്യമില്ല. ഏലിയാസ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ? ഏലിയാസ് ഒറ്റയ്ക്കാണ് ഇത് കൊണ്ടുപോയത്. ക്ലീനർ ഉണ്ടായില്ല. ഏലിയാസിന് ഒരു കുട്ടിയുണ്ട്, ഡിവോഴ്സ്ഡ് ആണ് ആള്. ഇപ്പൊ നിലവിൽ ഇപ്പൊ കുട്ടി 9ാം ക്ലാസ് കഴിഞ്ഞ്. ഈ കാണുന്നതാണ് ഏലിയാസിന്റെ വീട്. ഇന്ന് ഉച്ചയോടുകൂടി ഏലിയാസിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. അതിനുശേഷം നാളെ രാവിലെ 11 മണിക്കാണ് സംസ്കാര ചടങ്ങ്.